ചാലക്കുടിയെ നടുക്കിയ ബാങ്ക് കവർച്ചാ കേസിലെ പ്രതിയായ ആശാരിപ്പാറ സ്വദേശി റിജോ ആന്റണിയെ വിവിധ സ്ഥലങ്ങളിലെത്തിച്ച് തെളിവെടുപ്പ് പൂർത്തിയാക്കി വരുന്നു. പ്രതി സുഹൃത്തായ അന്നനാട് സ്വദേശിയിൽ നിന്നും കടം വാങ്ങിയ പണം കൈമാറിയ സ്ഥലം, സുഹൃത്തിന്റെ വീട്, ബാങ്ക് എന്നിവിടങ്ങളിൽ തെളിവെടുപ്പ് നടത്തിയ ശേഷം റിമാൻഡ് ചെയ്യുകയായിരുന്നു. ചാലക്കുടി പോട്ടയിലെ ഫെഡറൽ ബാങ്ക് ശാഖയിൽ സ്കൂട്ടറിൽ ഒറ്റയ്ക്കെത്തിയ പ്രതി കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തിയും കസേര കൊണ്ട് ക്യാഷ് കൗണ്ടർ തല്ലി തകർത്തുമായിരുന്നു കൊള്ള നടത്തിയത്. കൈവശം കരുതിയ ബാഗിൽ കൊള്ളാവുന്നത്ര പണം വാരിയെടുത്തുകൊണ്ട് വന്ന സ്കൂട്ടറിൽ തന്നെ പ്രതി രക്ഷപ്പെടുകയായിരുന്നു. 15 ലക്ഷത്തോളം രൂപയുമായാണ് പ്രതി കടന്നു കളഞ്ഞത്. വഴിമധ്യേ 3 ഇടങ്ങളിലായി വസ്ത്രം മാറുകയും വണ്ടിയുടെ റിയർ വ്യൂ മിറർ മാറ്റി സ്ഥാപിക്കുകയും ഇയാൾ ചെയ്തിരുന്നു. ചാലക്കുടി പെരുന്നാളിന് വന്ന മറ്റൊരു വാഹനത്തിന്റെ നമ്പർ പ്ലേറ്റ് സ്വന്തം വണ്ടിയിൽ ഘടിപ്പിച്ചായിരുന്നു ഇയാൾ പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമം നടത്തിയത്. ആദ്യം എറണാകുളം ഭാഗത്തേക്ക്, പിന്നീട് തൃശൂർ ഭാഗത്തേക്കും യാത്ര നടത്തിയ ഇയാൾ പലതവണ വസ്ത്രം മാറിയെങ്കിലും ഷൂ മാറാത്തതും റിയർ വ്യൂ മിററില്ലാതെ യാത്ര ചെയ്തതും പോലീസിന് സംശയം സൃഷ്ടിക്കുകയായിരുന്നു. കേരളം മുഴുവൻ നീണ്ട CCTV അന്വേഷണങ്ങളിൽ 2 ദിവസത്തിനുള്ളിൽ തന്നെ പ്രതി പിടിയിലാവുകയും ചെയ്തു. ബാങ്ക് കൊള്ളയ്ക്ക് ശേഷം പ്രതി തങ്ങിയത് സ്വന്തം വീട്ടിൽ തന്നെയായിരുന്നു. ആഡംബര ജീവിതമാണ് പ്രതിയെ ഇത്തരത്തിൽ പണം മോഷ്ടിക്കുവാൻ പ്രേരിപ്പിച്ചതെന്നാണ് പ്രതി പറയുന്നത്. കോവിഡിന് മുൻപ് വിദേശത്തായിരുന്ന പ്രതി അതിനുശേഷം നാട്ടിൽ വന്ന മേലൂർ സ്വദേശിയായ ഇയാൾ 2 വർഷമായി ആശാരിപ്പാറയിൽ വീട് വെച്ച് താമസിച്ചു വരികയായിരുന്നു. വിദേശത്ത് നഴ്സാണ് ഭാര്യ. അയക്കുന്ന പണമെല്ലാം മദ്യപാനത്തിനും മറ്റും ഇയാൾ ഉപയോഗിച്ചിരുന്നു. ചാലക്കുടിയിലെ പോട്ട ഫെഡറൽ ബാങ്കിൽ അക്കൗണ്ടുള്ള പ്രതി കുറച്ചു ദിവസം മുൻപ് തകരാറിലായ ATM കാർഡ് ശരിയാക്കുവാനായി ബാങ്കിലെത്തി പ്രവർത്തനങ്ങൾ നിരീക്ഷിച്ചിരുന്നു. ഇതിനുശേഷമാണ് കവർച്ച നടത്തുന്നത്. ഗൾഫിൽ നിന്നും കൊണ്ടുവന്ന കത്തി ഉപയോഗിച്ചാണ് ബാങ്ക് ജീവനക്കാരെ ഭീഷണിപ്പെടുത്തി പണം കവർന്നത്. മോഷ്ടിച്ചെടുത്ത പണത്തിൽ 3 ലക്ഷത്തോളം രൂപ ഇയാൾ വായ്പ വാങ്ങിയത് കൊടുത്തതായി പോലീസിനോട് പറഞ്ഞു. വരുന്ന വഴിയിൽ ഒരു കുപ്പി വില കൂടിയ മദ്യവും ഇയാൾ മോഷണം നടത്തിയ പണം ഉപയോഗിച്ച് വാങ്ങിച്ചതായും പോലീസിനോട് ഇയാൾ പറഞ്ഞു. സംസ്ഥാനത്തിനകത്തും പുറത്തും പ്രതിക്കായി വലവീശിക്കൊണ്ടിരിക്കുമ്പോൾ സ്വന്തം വീട്ടിൽ കുടുംബസമ്മേളനം വരെ സംഘടിപ്പിച്ച് ഒരിക്കലും പിടിവീടില്ലെന്ന ആത്മവിശ്വാസത്തിൽ കഴിയുകയായിരുന്നു പ്രതി. തെളിവെടുപ്പ് നടപടികൾക്ക് ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യും. ഒതുക്കിക്കണേ നിങ്ങൾ